Hi dear friends, welcome back to SAB Education. ഇന്ന് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത് കെമിസ്ട്രി ക്ലാസ് +2 അതിലെ ഫസ്റ്റ് ചാപ്റ്റർ ദ സോളിഡ് സ്റ്റേറ്റ്. നമുക്ക് നോക്കാം ദ സോളിഡ് സ്റ്റേറ്റിൽ ഏതെല്ലാം ടോപ്പിക്സാണ് ഇന്നിവിടെ എടുക്കാൻ പോകുന്നതെന്ന്. ഫസ്റ്റ് വൺ, ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സോളിഡ് സ്റ്റേറ്റ്. സെക്കൻഡ്, why do solid have a definite volume? Third one, classification of solids. Fourth one, examples of amorphous and crystalline solids. Why is glass considered as a supercooled liquid or pseudo solid? Next one, classification of crystalline solids. And then crystal lattice and unit cell. Then unit cells can be broadly divided into two categories. ഇത്രയും ഭാഗങ്ങളാണ് ഇന്നിവിടെ നമ്മൾ എടുക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സോളിഡ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്. ഒരു സോളിഡിന് ഡെഫിനിറ്റ് ഷേപ്പ് ആയിരിക്കും, ഡെഫിനിറ്റ് വോളിയം ആയിരിക്കും, ഡെഫിനിറ്റ് മാസ് ആയിരിക്കും. അടുത്തത്, എന്തുകൊണ്ടാണ് ഒരു സോളിഡ് റിജിഡ് ആവുന്നത്? റിജിഡ് എന്ന് പറയുമ്പോൾ ഉറപ്പുള്ളത്. എന്തുകൊണ്ടാണ് ഉറപ്പുള്ളതാവുന്നത്? അതിൽ വരുന്നത് സ്ട്രോങ് ഇൻട്രാ അറ്റോമിക്, ഇൻട്രയോണിക്, ഇൻ്റർമോളിക്കുലർ ഫോഴ്സസ് ആയിരിക്കും. അതിലെ മീൻസ് സോളിഡ്സിലെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് തമ്മിൽ സ്ട്രോങ് ഇൻ്റർ ആറ്റോമിക്, ഇൻ്ററയോണിക് ഓർ ഇൻ്റർമോളിക്കുലർ അട്രാക്റ്റീവ് ഫോഴ്സസിലായിരിക്കും. അതിൽ വരുമ്പോൾ സ്ട്രോങ് ഇൻ്റർ ആറ്റോമിക് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾ വരുന്നത് ആറ്റമാണെങ്കിൽ ആ ആറ്റങ്ങൾ തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് സ്ട്രോങ് ഇൻ്റർ ആറ്റോമിക് ആയിരിക്കും. കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾ വരുന്നത് അയോൺസ് ആണെങ്കിൽ അതിലെ അയോൺസുകൾ തമ്മിലുള്ള ആ ഒരു ഫോഴ്സ് ഇൻ്റർ അയോണിക് ആയിരിക്കും. ഇനി അഥവാ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾ വരുന്നത് മോളിക്യൂൾസ് ആണെങ്കിൽ ആ മോളിക്യൂളുകൾ തമ്മിൽ ഫോഴ്സ് വരുന്നത്, അട്രാക്റ്റീവ് ഫോഴ്സ് വരുന്നത് ഇൻ്റർ മോളിക്കുലർ അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും. ഈ കാരണത്താലാണ് സോളിഡ് റിജിഡ് ആവുന്നത്. അടുത്തതായി നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഒരു സോളിഡിന് ഡെഫിനിറ്റ് വോളിയം. ഒരു സോളിഡിൽ അടങ്ങിയിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് മോളിക്യൂൾസ്, അയോൺസ് അല്ലെങ്കിൽ ആറ്റംസ്. അപ്പോൾ ഇവ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സസ് കാരണവും നമുക്ക് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസിനെ ഒരു ടെമ്പറേച്ചറിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര ഒരു കൃത്രിമ ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞാൽ ആ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾ തമ്മിലുള്ള അകലം നമുക്ക് വ്യത്യാസപ്പെടുത്താൻ സാധിക്കില്ല. അതിൻ്റെ ഫോഴ്സസ് കാരണം അത് ബലമായി നിൽക്കും. അതുകൊണ്ട് ഒരു സോളിഡിന് ഡെഫിനിറ്റ് വോളിയം ആയിരിക്കും. അടുത്തത് നമുക്ക് നോക്കാം ഏതെല്ലാം രീതിയിൽ സോളിഡ്സിനെ ക്ലാസിഫൈ ചെയ്യാം. മെയിനായിട്ടും നമ്മൾ രണ്ട് രീതിയിലാണ് സോളിഡ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, അമോർഫസ് സോളിഡ്സ് എന്നും ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്നും. ഇനി നമുക്കത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആൻഡ് അമോർഫസ് സോളിഡ്സ്. ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ പാർട്ടിക്കിൾസ് എല്ലാം ഓർഡറായിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. എന്നാൽ അമോർഫസ് സോളിഡ്സിൽ അതിലടങ്ങിയിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഇറഗുലർ ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ക്രിസ്റ്റലൈൻ സോളിഡ് അതിലെ പാർട്ടിക്കിൾ തമ്മിൽ ലോങ് റേഞ്ച് ഓർഡറിലായിരിക്കും, അതായത് ലോങ് റേഞ്ച് ആയിരിക്കും. അമോർഫസ് സോളിഡ്സിൽ പാർട്ടിക്കിൾ തമ്മിൽ ഷോർട്ട് റേഞ്ച് ഓർഡർ ആയിരിക്കും, അവ വളരെ അടുത്തായിരിക്കും. ക്രിസ്റ്റലൈൻ സോളിഡിന് ഷാർപ്പ് മെൽറ്റിംഗ് പോയിൻ്റ് ആയിരിക്കും, എന്നാൽ അമോർഫസ് സോളിഡിന് ഒരിക്കലും ഷാർപ്പ് മെൽറ്റിംഗ് പോയിൻ്റ് ആയിരിക്കില്ല. ക്രിസ്റ്റലൈൻ സോളിഡിന്
ക്രിസ്റ്റലൈൻ സോളിഡ് അനൈസോട്രോപ്പിക് ആയിരിക്കും. അമോർഫസ് സോളിഡ് ഐസോട്രോപ്പിക് ആയിരിക്കും. ക്രിസ്റ്റലൈൻ സോളിഡ് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കതിന് ഒരു കൃത്യമായ പ്ലെയിൻ കിട്ടും. പ്ലെയിൻ എന്ന് പറഞ്ഞാൽ അതിനൊരു കൃത്യമായ പ്രതലം നമുക്ക് കിട്ടും. എന്നാൽ അമോർഫസ് സോളിഡ് കട്ട് ചെയ്യുമ്പോൾ അത് ഒരിക്കലും ഒരു കൃത്യമായ പ്ലെയിൻ നമുക്ക് കിട്ടില്ല. ഇറഗുലാരിറ്റി ആയിരിക്കും കാണപ്പെടുക. ക്രിസ്റ്റലൈൻ സോളിഡ് മോർ റിജിഡാണ്. എന്നാൽ അമോർഫസ് സോളിഡ് ലെസ് റിജിഡാണ്. റിജിഡ് എന്ന് പറയുമ്പോൾ ഉറപ്പ്, അതായത് ക്രിസ്റ്റലൈൻ സോളിഡ് നല്ല ഉറപ്പുള്ളതും അമോർഫസ് സോളിഡ് അതിനേക്കാൾ ഉറപ്പ് കുറഞ്ഞതുമായിരിക്കും. അടുത്തത് അമോർഫസ് സോളിഡിൻ്റെയും ക്രിസ്റ്റലൈൻ സോളിഡിൻ്റെയും എക്സാമ്പിൾസ് നോക്കാം. അമോർഫസ് സോളിഡിൽ എക്സാമ്പിൾ വരുന്നത് പോളിയൂറത്തൈൻ, സെല്ലോഫെയിൻ, ഫൈബർ ഗ്ലാസ്, പോളിവിനൈൽ ക്ലോറൈഡ്. ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ നാഫ്തലിൻ, ബെൻസോയിക് ആസിഡ്, ടെഫ്ലോൺ, പൊട്ടാസ്യം നൈട്രേറ്റ് ആൻഡ് കോപ്പർ. ഇവയാണ് നമ്മൾ പ്രത്യേകമായി പഠിച്ചു വച്ചിരിക്കേണ്ട എക്സാമ്പിൾസ്. അടുത്തതായി നമുക്ക് നോക്കാം, എന്തുകൊണ്ടാണ് ഒരു ഗ്ലാസിനെ സൂപ്പർ കൂൾഡ് ലിക്വിഡ് അല്ലെങ്കിൽ സ്യൂഡോ സോളിഡ് എന്ന് പറയുന്നത്. ആക്ച്വലി ഗ്ലാസ്സിന് ഫ്ലോ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. ഫ്ലോ ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ ഒഴുകാനുള്ള പ്രവണത ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഗ്ലാസ്സിനെ സൂപ്പർ കൂൾഡ് ലിക്വിഡ് അല്ലെങ്കിൽ സ്യൂഡോ സോളിഡ് എന്ന് പറയുന്നത്. പക്ഷേ നമുക്കിത് കണ്ണിൽ പ്രത്യക്ഷത്തിൽ നമുക്കിത് കാണാൻ കഴിയുന്നതല്ല. എന്നാൽ കാലങ്ങളോളം ഒരു ഗ്ലാസ് ഇരിക്കുമ്പോൾ അത് സ്ലോലി ഫ്ലോ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഗ്ലാസിനെ സൂപ്പർ കൂൾഡ് ലിക്വിഡ് സ്യൂഡോ സോളിഡ് എന്ന് പറയുന്നത്. ഇനി വരുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്. ക്രിസ്റ്റലൈൻ സോളിഡിനെ നമുക്ക് ഏതെല്ലാം രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. അതിൻ്റെ നേച്ചർ ഓഫ് ബോൺസ് അനുസരിച്ച് നമുക്ക് ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ ക്ലാസിഫൈ ചെയ്യാം. നേച്ചർ ഓഫ് ബോൺസ് എന്ന് പറയുമ്പോൾ അതിലെ പാർട്ടിക്കിൾ തമ്മിലുള്ള ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, അതിനെയാണ് നമ്മൾ ബോൺസ് എന്ന് പറയുന്നത്. അതനുസരിച്ച് നമുക്ക് ക്രിസ്റ്റലൈൻ സോളിഡിനെ ക്ലാസിഫൈ ചെയ്യാം. മെയിനായും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് മോളിക്കുലർ സോളിഡ്, അയോണിക് സോളിഡ്, കോവാലൻ്റ് സോളിഡ് ആൻഡ് മെറ്റാലിക് സോളിഡ്സ്. അതിൽ അയോണിക് സോളിഡിന് ഇലക്ട്രിസിറ്റിയെ മോൾട്ടൺ സ്റ്റേറ്റിൽ കണ്ടക്ട് ചെയ്യാൻ സാധിക്കും. എന്നാൽ അതിന് സോളിഡ് സ്റ്റേറ്റിൽ അത് സാധ്യമല്ല. കോവാലൻ്റ് സോളിഡ്സിന് ഇലക്ട്രിക്കൽ ഇൻസുലേറ്ററാണ് അത് സോളിഡ് സ്റ്റേറ്റിൽ. എന്നാൽ പിന്നെ അതുകൂടാതെ അത് ഹൈ ടെമ്പറേച്ചറിൽ മെൽറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മെറ്റാലിക് സോളിഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടറാണ്. ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അതിന് വൈദ്യുതി കടത്തിവിടാൻ സാധിക്കും. മാല്യബിളും ഡക്റ്റൈലുമാണ്. അടിച്ചു പരത്താൻ സാധിക്കുന്ന മെറ്റലാണ് മെറ്റാലിക് സോളിഡ്സ്. അടുത്തതായി നമുക്ക് നോക്കാം ക്രിസ്റ്റൽ ലാറ്റീസ് ആൻഡ് യൂണിറ്റ് സെൽ. നിങ്ങൾക്ക് ഫിഗറിൽ കാണാൻ സാധിക്കും ക്രിസ്റ്റൽ ലാറ്റീസും സ്പേസ് ലാറ്റീസും. എന്താണ് ക്രിസ്റ്റൽ ലാറ്റീസ്? നമ്മൾ പോയിൻറ്റ്സിനെ എന്ന് പറയുമ്പോൾ അയൺസിനെ, ആറ്റംസിനെ അല്ലെങ്കിൽ മോളിക്യൂൾസിനെ 3 ഡയമെൻഷനിലായിട്ട് അറേഞ്ച് ചെയ്തു വെച്ചാൽ, റെഗുലറായിട്ട് അറേഞ്ച് ചെയ്തു വെച്ചാൽ അതിന് നമ്മൾ ക്രിസ്റ്റൽ ലാറ്റീസ് അല്ലെങ്കിൽ സ്പേസ് ലാറ്റീസ് എന്ന് വിളിക്കും. എന്താണൊരു യൂണിറ്റ് സെൽ? ആ ഒരു അറേഞ്ച് ചെയ്തു വെച്ച ക്രിസ്റ്റൽ ലാറ്റീസിൽ അല്ലെങ്കിൽ സ്പേസ് ലാറ്റീസിൽ റിപ്പീറ്റ് ചെയ്തു വരുന്നത് നിങ്ങൾക്ക് നോക്കാം. സ്പേസ് ലാറ്റീസിൽ 2 കളറിൽ നിങ്ങൾക്ക് കാണാം. അതിൽ റിപ്പീറ്റ് ചെയ്തു വരിക എന്ന് പറയുമ്പോൾ ഒരേ കളർ തന്നെ വീണ്ടും ആവർത്തിച്ച് വരുന്നുണ്ടെങ്കിൽ പോയിൻറ്റ്സിനെ നമ്മൾ സ്പേസ് ലാറ്റീസിനെ നമ്മൾ യൂണിറ്റ് സെൽസ് എന്ന് വിളിക്കും. 14 പോസിബിൾ അറേഞ്ച്മെൻ്റാണ് നമുക്ക് 3 ഡയമെൻഷനിലായിട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതിനെ നമ്മൾ ബ്രാവിസ് ലാറ്റീസ് എന്ന് വിളിക്കും. അടുത്തതായി നമുക്ക് നോക്കാം യൂണിറ്റ് സെല്ലിനെ ഏതെല്ലാം രീതിയിൽ കാറ്റഗറൈസ് ചെയ്യുന്നു. മെയിൻലി 2 തരമായിട്ടാണ് അതിനെ തരംതിരിച്ചു വച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ വരുന്നത് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽസ്, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്നത് സിമ്പിൾ യൂണിറ്റ് സെൽ എന്നാണ്. സെക്കൻഡ് വരുന്നത് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ എന്നാണ്. അപ്പോൾ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ എന്താ എന്ന് നോക്കാം.
കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾ, അതായത് അതിലടങ്ങിയിരിക്കുന്ന പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്യുമ്പോൾ, 3 ഡയമെൻഷനിലായി അറേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഫിഗറിൽ നോക്കിയാൽ കാണാം, സിമ്പിൾ എന്നെഴുതിയ ഫിഗറിൽ നോക്കിയാൽ കാണാം, 4 കോർണറുകളിൽ മാത്രം പാർട്ടിക്കിൾസ് വരികയാണെങ്കിൽ അതിനെ നമ്മൾ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്നും അല്ലെങ്കിൽ സിമ്പിൾ യൂണിറ്റ് സെൽ എന്നും വിളിക്കും. എന്നാൽ അടുത്തത് യൂണിറ്റ് സെല്ലിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന രണ്ടാമത് വരുന്നത് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ എന്നാണ്. അത് ഏതെല്ലാം രീതിയിൽ ഉണ്ട് എന്ന് നോക്കാം. ശേഷം 3 പിക്ചർ നിങ്ങൾ കാണുന്നില്ലേ, ഫേസ് സെൻറ്റേർഡ്, ബോഡി സെൻറ്റേർഡ്, എൻഡ് സെൻറ്റേർഡ്. യൂണിറ്റ് സെല്ലിലെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് കോർണറിൽ മാത്രമല്ലാതെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ കോർണറിൽ മാത്രമല്ലാതെ ഫേസസിലും ബോഡിയിലും കാണുകയാണെങ്കിൽ അതിനെ നമ്മൾ സെൻറ്റേർഡ് യൂണിറ്റ് സെൽസ് എന്ന് പറയും. അപ്പോൾ സെക്കൻഡ് ഫിഗർ നിങ്ങൾ നോക്കൂ, ഫേസ് സെൻറ്റേർഡ്. അതിൽ കാണാം നിങ്ങൾക്ക് കോർണറിൽ മാത്രമല്ലാതെ ഓരോ ഫേസസിലും ഓരോ പാർട്ടിക്കിൾ ഇരിക്കുന്നത് കാണാം. അപ്പോൾ അതിനെ നമ്മൾ ഫേസ് സെൻറ്റേർഡ് എന്ന് പറയുന്നു. അടുത്തത് നോക്കൂ, തേർഡ് ഫിഗർ, ബോഡി സെൻറ്റേർഡ്. കോർണറിൽ പാർട്ടിക്കിൾ ഉണ്ട്, കൂടാതെ തന്നെ അതിൻ്റെ സെൻറ്ററിലായും ഒരു പാർട്ടിക്കിൾ നിങ്ങൾക്ക് കാണാം. അതിനെ നമ്മൾ ബോഡി സെൻറ്റേർഡ് എന്ന് വിളിക്കും. ലാസ്റ്റ് വൺ വരുന്നത് എൻഡ് സെൻറ്റേർഡ്. കോർണറിൽ പാർട്ടിക്കിൾ കാണാം, കൂടാതെ അതിൻ്റെ 2 ഫേസസിൽ, 2 എൻഡിലുള്ള ഫേസസിൽ പാർട്ടിക്കിൾ കാണാം. അതിനെ നമ്മൾ എൻഡ് സെൻറ്റേർഡ് എന്ന് വിളിക്കുന്നു. കൂടുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം.